അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ സൊനുമൈസ് വ്ലോഗ്സ്. ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീം, പിന്നെ ഇത് കോഫി കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ. അതൊന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടൻസ് മിൽക്ക്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അങ്ങനെ ഇതൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇനി ഫസ്റ്റ് നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഈ ബിസ്ക്കറ്റ് ഫസ്റ്റ് വെക്കാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊന്ന് തേച്ച് കൊടുക്കുന്നത്. ഇനി കോഫിയുടെ ഇതുണ്ടല്ലോ, അതിൽ ഒന്ന് ബിസ്ക്കറ്റ് ഒന്ന് മുക്കിയിട്ട് ഇതെല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇത് കോഫിപ്പൊടിയും വെള്ളമാണ്, വേറെ ഒന്നുമില്ല. കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റ് വെച്ചതിന് ശേഷം വിപ്പിംഗ് ക്രീം നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ലെയറിൽ വീണ്ടും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് എടുത്തിട്ട് കോഫിയുടെ വെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും അതൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഞാൻ ആരോറൂട്ട് മാരിയുടെ ആരോറൂട്ട് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ലെയറും സെറ്റായി. ഇനി അതിൻ്റെ മുകളിലേക്ക് ഈ വിപ്പിംഗ് ക്രീം ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പിന്നെ ഞാനൊന്ന് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ അരിപ്പ എടുത്തിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഈ കൊക്കോ പൗഡർ. ഇത് ഇല്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.